വെനസ്വലയിൽ വ്യോമാക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ബന്ദിയാക്കി മണിക്കൂറുകൾക്കകം തന്നെ അയൽ രാജ്യമായ കൊളംബിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ നിർമ്മാണവും കടത്തും തടഞ്ഞില്ല എങ്കിൽ വെനസ്വലയ്ക്ക് സമാനമായ അവസ്ഥയുണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കൊളംബിയയെ കൂടാതെ മെക്സിക്കോ, ക്യൂബ എന്നീ രാജ്യങ്ങൾക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യു.എസിന്റെ നടപടിയെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമെന്നാണ് ഗുസ്താവോ പെട്രോ വിശേഷിപ്പിച്ചത്. ഇത് മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു.എസ്. നടത്തിയ വ്യോമാക്രമണത്തെ ഗുസ്താവോ പെട്രോ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പ്രശ്നക്കാരായ അയൽക്കാരെന്നാണ് കൊളംബിയ, മെക്സിക്കോ, ക്യൂബ എന്നീ രാജ്യങ്ങളെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഇതോടെ ട്രംപ് ഈ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം കടുപ്പിച്ചിരിക്കുകയാണ്. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ക്യൂബയെന്നാണ് ട്രംപ് പറഞ്ഞത്. മെക്സിക്കോയിലെ ഭരണം നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അവിടെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. കൊളംബിയയിൽ 3 പ്രധാന കൊക്കൈൻ ഫാക്ടറികളുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആരോപിച്ചു. ഗുസ്താവോ പെട്രോ മയക്കുമരുന്ന് നിർമ്മാണത്തിൽ പങ്കാളിയാണെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമിനെയും ട്രംപ് വിമർശിച്ചു. മെക്സിക്കൻ പ്രസിഡന്റ് നല്ല സ്ത്രീയാണെങ്കിലും അവർ രാജ്യത്ത് നല്ല രീതിയിൽ ഭരണം നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാർട്ടലുകളാണ് മെക്സിക്കോയെ നയിക്കുന്നത്. അവരെ പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിനായി ഞാൻ പലതവണ ക്ലോഡിയയോട് ചോദിച്ചു. അതിന് ക്ലോഡിയ അനുകൂല മറുപടി നൽകിയില്ല എന്നും ട്രംപ് പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയായിരിക്കാമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചന നൽകി. ഫിഡൽ കാസ്ട്രോയെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് ക്യൂബൻ പ്രവാസികൾ നയിച്ച 1961 ബേ ഓഫ് പിഗ്സ് അധിനിവേശത്തെ പിന്തുണച്ചതുൾപ്പെടെ ലാറ്റിൻ അമേരിക്കയിൽ സൈനിക ഇടപെടലുകളുടെ ഒരു നീണ്ട ചരിത്രമാണ് യു.എസിനുള്ളത്. അതേസമയം യു.എസ്. നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി സുരക്ഷാ കൗൺസിൽ തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് യോഗം ചേരുമെന്നാണ് കൗൺസിലിന്റെ സൊമാലി പ്രസിഡൻസി അറിയിച്ചത്. അടിയന്തര യോഗം വെനസ്വലയുടെ അഭ്യർത്ഥന പ്രകാരമാണെന്നും കൊളംബിയ അത് അറിയിച്ചതാണെന്നും നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം മഡൂറോ പിടിക്കപ്പെട്ടതിനു ശേഷം ഭരണപ്രതിസന്ധി നേരിടുന്ന വെനസ്വലയിലെ ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ നിയമിച്ച് വെനസ്വല സുപ്രീം കോടതി. വെനസ്വലയിൽ യു.എസ്. നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും ബന്ദികളാക്കി ന്യൂയോർക്കിലെത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വെനസ്വല സുപ്രീം കോടതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. ആർട്ടിക്കിൾ 233, 234 പ്രകാരമുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരമാണ് അധികാര കൈമാറ്റം. പ്രസിഡന്റിന്റെ അഭാവത്തിൽ എക്സിക്യൂട്ടീവ് അധികാരം വൈസ് പ്രസിഡന്റിനായിരിക്കുമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ. മഡൂറോയെ യു.എസ്. ബന്ദിയാക്കി കൊണ്ടുപോയതിന് മണിക്കൂറുകൾക്കുള്ളിൽ റോഡ്രിഗസ് വെനസ്വലയുടെ ദേശീയ പ്രതിരോധ കൗൺസിലിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഡൂറോയെയും ഭാര്യയെയും ഉടൻ മോചിപ്പിക്കണമെന്നും യു.എസ്. നടപടി വെനസ്വലയുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും യോഗം വിശേഷിപ്പിച്ചു. അതേസമയം യു.എസുമായി റോഡ്രിഗസ് ആശയവിനിമയം നടത്തിയതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. മഡൂറോ പിടിക്കപ്പെട്ടതിനു ശേഷം യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുമായി റോഡ്രിഗസ് സംസാരിച്ചുവെന്നും വാഷിംഗ്ടണുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അവർ തുറന്നു സമ്മതിച്ചെന്നുമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ മഡൂറോയെ ബന്ദിയാക്കിയതിനു പിന്നാലെ റോഡ്രിഗസ് നടത്തിയ പ്രസ്താവനകൾ വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.